നമസ്കാരം. പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ഇവർക്ക് മനോഹരം ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ്. ആദ്യ പകുതിയിൽ ഇവർക്ക് അത്ര വലിയ ഗുണങ്ങൾ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അപ്രതീക്ഷിതമായ ധനം ഇവർക്ക് തുടക്ക ദിവസം തന്നെ വരാം. വളരെ അപ്രതീക്ഷിതമായി കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ സ്ഥാനത്തു നിന്നോ കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്ക് പണം വരാം. അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിരുന്ന ഒരു ജോലിയുടെ പ്രതിഫലം അവർ മറന്നിരുന്നത് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് അപ്രതീക്ഷിതമായി വരുന്ന ഈ ധനം വളരെ ഗുണമാണ്. എന്നാൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴില്ലെങ്കിലും, പ്രത്യേകിച്ച് 11ാം ഭാവത്തിലൊക്കെ ഉള്ള അധിപൻ്റെ അപഹാരമോ ദശയോ 2ാം ഭാവാധിപനുമായി യോഗം ചെയ്തു നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള സമയമൊക്കെ ആണെങ്കിൽ വലിയ അലച്ചിലോ പ്രശ്നങ്ങളോ കൂടാതെ ധനം ഇവരിലേക്ക് വന്നു ചേരും. എന്നാൽ ഈ ആഴ്ചത്തെ ഫലം പറയുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി ധനസഹായം വന്നു ചേരാനുള്ള ഒരു അവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെയുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ് കൂടുതൽ ഇവർക്ക് ഗുണകരം. അത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. വളരെ ഉത്സാഹത്തോടു കൂടി അവർക്ക് അവരുടെ ജീവിത സാഹചര്യം അന്നത്തെ ദിവസങ്ങളിൽ കൊണ്ടാടാൻ സാധിക്കും. മൂല കുടുംബത്തിൽ പോവുക, അച്ഛനും അമ്മയുമായി സന്തോഷത്തോടെ കഴിയുക, കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയുക, ഉല്ലാസയാത്ര നടത്തുക, വീട് മോടി പിടിപ്പിക്കുക, പുതുവസ്ത്രം ധരിക്കുക, അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹങ്ങൾ ഉണ്ടാകുക, കഴിഞ്ഞ കുറേ കാലമായി ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യുക, വിമ്മിഷ്ടങ്ങളും അസ്വാതന്ത്ര്യങ്ങളും മാറി സ്വാതന്ത്ര്യത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക തുടങ്ങി ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി പ്രവർത്തനങ്ങൾ കൊണ്ടും സാമ്പത്തിക നേട്ടം കൊണ്ടും ഐശ്വര്യം കൊണ്ടും മംഗളാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടുമൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും. ആഴ്ചയുടെ തുടക്ക ദിവസം ഞാൻ പറഞ്ഞു, 31-ാം തീയതിയോ 1-ാം തീയതി രാത്രി വരെയോ ഇവർക്ക് സമ്പത്ത് അപ്രതീക്ഷിതമായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞ് പിതാവിന് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ വൈഷമ്യമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവരുടെ തന്നെ ചില പ്രവർത്തനങ്ങൾ ആ ദിവസങ്ങളിൽ തടസ്സപ്പെട്ടു പോകാമെന്നും കാണുന്നു. എന്നാൽ തുടർന്നു വരുന്ന 2ാം പകുതി വളരെ ഗുണകരമാണ്, പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലുമൊക്കെ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നട്ടെല്ല് സംബന്ധമായ അസുഖമോ ശ്വാസതടസ്സം മൂലമുള്ള ലങ്സ് സംബന്ധമായ, അതായത് ശ്വാസകോശ സംബന്ധമായ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമോ ആണ് ഇവർക്ക് ഈ ആഴ്ചയിൽ വരാൻ സാധ്യതയുള്ളത്. മറ്റ് ദോഷങ്ങൾ വലുതായിട്ട് ഇവർക്ക് കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6 ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതാണ്. ശേഷമുള്ള ദിവസങ്ങൾ അത്ര ഗുണകരമല്ല. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ മതിപ്പുണ്ടാവുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവർ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉല്ലാസയാത്രയോ മറ്റോ, ചിലപ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഇവരുടെ ദേശത്തു നിന്ന് അകന്നു നിൽക്കാനോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായി ലാഭം കിട്ടുകയോ മനസ്സിന് സന്തോഷം ലഭിക്കുകയോ ചെയ്യുന്ന സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ട പുരുഷനോടൊത്തോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ഇഷ്ട സ്ത്രീകളുമൊത്തോ വിനോദത്തിനോ അല്ലെങ്കിൽ ഉല്ലാസയാത്രയ്ക്കോ ഒക്കെ പോകാൻ സാധ്യമാകുന്നതായി കാണുന്നു. പൊതുവെ സാമ്പത്തിക നേട്ടം കാണുന്നു. അപ്രതീക്ഷിതമായി ഇവർക്ക് വിലപിടിപ്പുള്ള സമ്മാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളോ നേടാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ സൗഹാർദ്ദങ്ങളിൽ നിന്നൊക്കെ വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനമോ ജോലിയോ അക്കാര്യത്തിലൊക്കെ പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള 2 ദിവസം അല്പം പ്രശ്നമാണ്. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസമാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, ഉദ്യമങ്ങളെല്ലാം വിജയത്തിലെത്തുന്ന അവസ്ഥ കാണുന്നു. ആഴ്ചയുടെ നടുക്കുള്ള ദിവസങ്ങൾ, ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് അപ്രതീക്ഷിതമായ ചില രോഗാവസ്ഥകളോ മറ്റു ചില തടസ്സങ്ങളോ ഉണ്ടാകാം. എന്നാലും അപ്രതീക്ഷിതമായി ശാരീരികമായ പ്രശ്നങ്ങളോ അസുഖത്തിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാകാമെങ്കിലും
സമ്പത്ത് ഇവരിലേക്ക് വരുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും കാണുന്നില്ല. അതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു ദോഷവും ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31 രാത്രി 31-ാം തീയതിയും പിന്നെ 1-ാം തീയതി രാത്രി 8 മണി വരെയും ശേഷം 6-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതിയാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഈ ആഴ്ചയുടെ ആദ്യ ദിവസം ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ഇവർക്ക് പുറമേ സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുവാനും ഇവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സമ്മാനങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളോ വാങ്ങുവാനും സാധിക്കുന്നതായി കാണുന്നു. പുതുവസ്ത്രമോ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ പുതിയ അന്തരീക്ഷത്തിൽ താമസത്തിനോ ഒക്കെ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ യാത്രയ്ക്കോ ജോലിക്കോ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുന്നു. യാത്രയിൽ ഇവർക്ക് മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുവാനും യാത്ര അതിൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ പ്രധാനമായും ഇവരുടെ പഠന സൗകര്യമോ അല്ലെങ്കിൽ ഇവരുടെ ജോലിപരമായ കാര്യങ്ങളോ അതുമല്ലെങ്കിൽ അവിടെ സ്ഥിരമായി താമസിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലെ തടസ്സമോ ഒക്കെ മാറിക്കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ കേൾക്കുന്നതായിട്ടോ കാണുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ ആദ്യ പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണം. ആഴ്ചയുടെ 2-ാമത്തെ പകുതി ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം ഇവർക്ക് ആഴ്ചയുടെ 2-ാമത്തെ പകുതി തുടങ്ങുന്ന ദിവസം പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് വേറെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല. ഇവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഇവർക്ക് സാമ്പത്തിക സഹായം ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ വിജയമുണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസം മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആഴ്ചയുടെ അവസാന ദിവസം ശ്രദ്ധിക്കണം. പിതാവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമോ മേലധികാരികളുമായി തർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വീട്ടിലെ ജ്യേഷ്ഠ സഹോദരന്മാരോ കാരണവസ്ഥാനത്തുള്ളവരുമായോ ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശത എന്ന് പറയുന്നത് ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്ന സമയത്ത് നീർക്കെട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങളോ ഉണ്ടാകാം. ത്വക്ക് സംബന്ധമായി അസുഖമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ ആദ്യ പകുതി കഴിഞ്ഞിട്ടുള്ള, അതായത് ആദ്യ പകുതി കഴിയേണ്ട ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് ഗുണകരമാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ചില വ്യഥകൾ ഇവരെ പിന്തുടരാം ഈ ദിവസങ്ങളിൽ. ചിലപ്പോൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഏതെങ്കിലും ഒരു ദുരിതവുമായി ബന്ധപ്പെട്ടോ ഇവരുടെ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടാവുകയും അത് വല്ലാത്ത വൈഷമ്യത്തിൽ എത്തുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് രോഗമോ പനിയോ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം. വിശേഷ ദിവസങ്ങളായതുകൊണ്ട് അവർക്കെന്തെങ്കിലും അസുഖം വരുമ്പോഴുണ്ടാകുന്ന ഒരു വിമ്മിഷ്ടം ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ ഇടയുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ പരിപൂർണമായി മാറി കൂടുതൽ സുഖകരമായ അന്തരീക്ഷത്തിലേക്ക് ഇവർ പോകുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായി വിശ്രമവും മാനസികമായി സന്തോഷവും ലഭിക്കുന്ന അവസ്ഥയാണ് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നത്. മാത്രമല്ല ഇവരുടെ കുറേ പണം കിട്ടാനുണ്ടായിരുന്നത് ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടാൻ സാധ്യത. കടബാധ്യതയിൽ നിന്നും മോചനം, അതുവരെ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതിരുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവസ്ഥ, സാമ്പത്തികമായി ഗുണം കൂടുതലായി വരിക, ഇഷ്ടപ്പെട്ട വ്യക്തികൾ കുടുംബാംഗങ്ങൾ ഇവരുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക, ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇവർക്ക് ഭാവിയിൽ വരുമാനം കിട്ടുന്ന കാര്യങ്ങളിലെ ചില ഉറപ്പിന്മേലുള്ള കാര്യങ്ങളിലോ ഒക്കെ ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും പോസിറ്റീവായ തീരുമാനങ്ങൾ ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. അതായത് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ. അവസാന ദിവസം ശ്രദ്ധിക്കണം, ശാരീരികമായ അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എല്ലിനോ നട്ടെല്ലിൻ്റെ ഭാഗത്തിനോ തുടയെല്ലിനോ ഒക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1 രാത്രി 8 മണി കഴിഞ്ഞ് 2, 3, 4, 5, 6 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. 4, 5, 6 എന്ന് പറയുമ്പോൾ 6 ഉച്ച വരെ ഗുണമുള്ള ദിവസമാണ്.
അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ് കൂടുതൽ ഗുണകരം. അത് പ്രത്യേകിച്ചും ഇവരിലുണ്ടായിരുന്ന ശാരീരികമായ അസ്വസ്ഥതകളും ചില തടസ്സങ്ങളും ആശങ്കകളുമൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ഉല്ലാസകരവും സന്തോഷകരവുമായ ദിവസം ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണെന്ന് ഇവർക്ക് ഉറപ്പാകുന്നു. അതുപോലെ ഇവർക്ക് കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നതും ഈ ആഴ്ചയിൽ അല്പം വൈകിയായിരിക്കും. പക്ഷേ ആ പണം കൃത്യമായി ഇവരിൽ എത്തിച്ചേരുകയും അത്യാവശ്യ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് ബാധ്യതയുണ്ടായിരുന്നത് കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്നു. ഇവർക്ക് ആരെങ്കിലും, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആരെങ്കിലും പണം ഇങ്ങോട്ട് തരാനുണ്ടായിരുന്നുവെങ്കിൽ അത് കൃത്യമായി ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ കിട്ടുന്നതായി കാണുന്നു. അതുപോലെ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും വിധത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ ആ തടസ്സവും മുടക്കവുമെല്ലാം മാറി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അരക്കെട്ട്, ഉദരം, ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ശാരീരികമായ അവശതകൾക്ക് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം മാറാനുള്ള മറ്റേതെങ്കിലും ചില മാർഗങ്ങൾ അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതോ ആയ വ്യക്തികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില കലഹങ്ങൾ ഒത്തുതീർപ്പിലെത്തുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കുറച്ചുകൂടി ശക്തമായ സന്തോഷാവസ്ഥകൾ കൈവരുന്നതായിട്ട് കാണുന്നു. തീരുമാനങ്ങൾ ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ചില സംരംഭങ്ങൾ ശക്തമായി മുന്നോട്ട് വരുന്നു. അങ്ങനെ പൊതുവെ ഇവർക്ക് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും മനസ്സിൻ്റെ സന്തോഷ സംബന്ധമായുമൊക്കെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ എന്ന് പറയുന്നത് മാതാവിന് ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ഇവരുടെ തന്നെ പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ പിൻഭാഗങ്ങൾ, അതായത് തലയുടെ പിൻഭാഗത്ത് ഉണ്ടാകാവുന്ന ചില വേദനകൾ, തലവേദന ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് വർദ്ധിക്കാനിടയുണ്ട്. കണ്ണിൻ്റെ പുരുകവുമായി ബന്ധപ്പെട്ടോ ഫോർഹെഡുമായി ബന്ധപ്പെട്ടോ ഒക്കെ നീർത്താഴ്ചയോ സൈനസൈറ്റിസിൻ്റെ അസുഖമുള്ളവർക്കോ ഒക്കെ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ ഈ ഭാഗത്തുണ്ടാകാവുന്ന അസ്വസ്ഥതകൾ മനസ്സിന് വല്ലാത്തൊരു ആലസ്യമോ അല്ലെങ്കിൽ മനസ്സിന് വല്ലാത്ത ഒരു ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരുതരം പിൻവാങ്ങലോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ അത് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ആണ് ഏറ്റവും നല്ലത്. തുടക്ക ദിവസങ്ങളിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ഊർജ്ജസ്വലത ഇവർക്ക് കൈവരുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആലസ്യവും തടസ്സവും ഒക്കെ മാറുന്നതായിട്ട് കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹോദരന്മാരോ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അതുവരെ ഉണ്ടായിരുന്ന മാനസികമായ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പ്രധാന കാരണം ഇവർ മുമ്പേ പ്രവർത്തിച്ചിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആശയങ്ങൾ ഇവർ മാറ്റാൻ തീരുമാനിക്കുന്നു. ചില പുതിയ ആശയങ്ങൾ കൈവരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതായി കാണുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവർക്കും ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ അടിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യം ഇവർക്ക് അനുകൂലമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അഡ്വാൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനിടയുണ്ട്. പൊതുവെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതാണ്. അത് കഴിഞ്ഞാൽ ആദ്യ പകുതിയുടെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ മാതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നമോ വാഹന സംബന്ധമായ ചെറിയ ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമായിട്ടൊക്കെ ഇടപഴകുമ്പോഴും, തീയുമായും ഇലക്ട്രിസിറ്റിയുമായും ഇടപഴകുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ, അപ്പോൾ ഒരുമിച്ച് കുടുംബവുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണമെന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കുറേ വമ്പൻ ശ്രമങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവർക്ക് പച്ചക്കൊടി കിട്ടുകയാണ്. അത് തുടർന്ന് ഭാവിയിൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം ഇവർക്ക് ധനസംബന്ധമായും അതുപോലെ തന്നെ മറ്റ് അനുമതികളാലും ലഭിക്കുന്നതായി കാണുന്നു. ധനം ആഴ്ചയുടെ അവസാന ദിവസം നന്നായി വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പൊതുവേ ഈ ആഴ്ച ഗുണകരമെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ ആദ്യ ദിവസങ്ങളും പിന്നെ അവസാനത്തെ ദിവസവുമാണ് കന്നിക്കൂറിനെ സംബന്ധിച്ച് ഗുണകരമായിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31/1 രാത്രി 8 മണി വരെ, ശേഷം 6-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ശുക്രൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം 9ൽ നിൽക്കുന്നു, ശനി 6ൽ നിൽക്കുന്നു, രാഹു 5ൽ നിൽക്കുന്നു, കേതു സൂര്യൻ 11ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചൊവ്വ 12ലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബത്തിൽ നിന്ന് ജോലി സംബന്ധമായ കാര്യങ്ങളിലോ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിലോ അകന്നു നിൽക്കാം. അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഭൂമിയോ മറ്റേതെങ്കിലും സ്വത്തോ തൽക്കാലത്തേക്ക് ഇവർ നഷ്ടസ്ഥാനത്തേക്ക്, അതായത് മാറ്റിവെക്കാം, തൽക്കാലത്തേക്ക് അത് നഷ്ടപ്പെടുത്താം. എന്നാലും ഈശ്വരാധീനം ഇവർക്കുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ പോലും ഇവർക്ക് ഗുണം കിട്ടുന്ന, സാമ്പത്തിക ഭദ്രത കിട്ടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഈശ്വരാധീനം ഒട്ടും നഷ്ടമാകുന്നില്ല. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾക്കും ചില പരിഹാരങ്ങൾക്കും വേണ്ടിയാവാം അങ്ങനെയുള്ള വസ്തുവോ അല്ലെങ്കിൽ ഭവനമോ വിറ്റിട്ട് ഇവർ അത് ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ടാലും തങ്ങളുടെ പിന്നീട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ബലം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് പുതിയ ആശയങ്ങൾ കൈവരുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുവാൻ തയ്യാറാവുന്നു. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. പ്രവർത്തന രംഗത്ത് ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ സ്ത്രീകൾ പുരുഷന്മാരാലും അതുപോലെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളാലും കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല. വിദേശം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമാനം വരാം. അതുകൊണ്ട് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് നല്ല വരുമാന വർധനവ് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ തന്നെ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. ഒട്ടും സഹായം കിട്ടില്ല എന്ന് വിചാരിച്ചിടത്തുനിന്ന് തന്നെ ഇവർക്ക് സഹായം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ അപ്രതീക്ഷിത ധനസഹായം ഇവർക്ക് ഒരുപാട് ഗുണം വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പൊതുവേ ഇവരുടെ പല കുറവുകളും മാറിക്കൊണ്ട് മുന്നേറാനുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ശാരീരികമായി നല്ല ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കാം. ചില ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന വിള്ളലോ സൗന്ദര്യപ്പിണക്കമോ ഒക്കെ ഇവരുടെ മനസ്സിനെ അലട്ടാം. എന്നാലും അതൊന്നും തന്നെ അവർ വിചാരിക്കുന്നത് പോലെ ഒരു നഷ്ടസ്ഥാനത്തേക്ക് മാറുന്നതായി കാണുന്നില്ല. ഒരു മിനിറ്റ്, ലേപ്പലിലൊന്ന് വലിവുണ്ടായി. ശബ്ദമൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരം തന്നെയാണ്. എന്നാൽ വസ്തുനിഷ്ഠമായി പറയുമ്പോൾ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 1-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 2-3 ആണ് കൂടുതൽ ഗുണകരമായ ദിവസം. ആഴ്ചയുടെ അവസാന ദിവസം സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ദോഷം കാണുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ 9ാം ഭാവത്തിലെ ശുക്രൻ്റെ നിലയും 10ൽ സഞ്ചരിക്കുന്ന ബുധനും ഇവർക്ക് നല്ല നേട്ടത്തെ കൊടുക്കും. 10ൽ സൂര്യനും സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂര്യൻ്റെ ഗുണമായിരിക്കും കൂടുതൽ അവിടെ കിട്ടുക. ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവരുടെ അധികാരികളുമായി ബന്ധപ്പെട്ട ഇവർക്ക് നല്ല സമീപനങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായി ഭദ്രതയുണ്ടാകുന്നു. ജോലിയെക്കുറിച്ച് തങ്ങൾ ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന ജോലിയിൽ നല്ല മതിപ്പുണ്ടാകുന്നു, അംഗീകാരം കിട്ടുന്നുവെന്ന് കാണുന്നു. ശുക്രൻ 9ൽ നിൽക്കുന്നത് പക്കാ ദേവീ കടാക്ഷമാണ്. പ്രത്യേകിച്ചും 7ാം ഭാവാധിപൻ 9ൽ പോയി നിൽക്കുമ്പോൾ മംഗളപരമായ പല കാര്യങ്ങളും ഇവർക്ക് അനുഗ്രഹമായി മാറുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിവർത്തിക്കപ്പെടുവാൻ തടസ്സം നിന്നിരുന്ന പല കാര്യങ്ങളും മാറി അത് നിവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥ കൃത്യമായി ദേവീ കടാക്ഷം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കൃത്യമായ വരുമാനം കാണുന്നു. വരുമാനത്തിന് വേണ്ടി നല്ലവണ്ണം അധ്വാനിക്കുകയും അതനുസരിച്ച് വരുമാനം വരികയും ചെയ്യുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ ഇവർക്ക് വളരെ ഗുണകരമാണ്. പിന്നെ ആഴ്ചയുടെ 2ാം പകുതിയും വളരെ ഗുണകരമാണ്. ഈ ആഴ്ചയിലെ സിംഹഭാഗം ദിവസങ്ങളും ഇവർക്ക് കൂടുതൽ ഗുണമാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ചില പുതിയ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് പോകുന്നതായിട്ട് ഇവർക്ക് പ്രതീക്ഷ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് പലരുടെയും പ്രശംസയും അനുമോദനങ്ങളും ഇവർക്ക് ലഭ്യമാവുന്നു. ആഴ്ചയുടെ അവസാന ദിവസം മാതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ തന്നെ ഇവരുടെ മാതാവിന് ദോഷവും ത്വക്ക് സംബന്ധമായ അസുഖങ്ങളുമൊക്കെ ഉണ്ടാകാം. ഈ ആഴ്ചയിൽ അവസാന ദിവസം മാത്രമാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വാഹനത്തിൻ്റെ അകവശങ്ങളും താമസിക്കുന്ന വീടിൻ്റെ അകവശങ്ങളും ഒക്കെ തന്നെ മാലിന്യമുക്തമാക്കുകയും അണുമുക്തമാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31-1 രാത്രി 8 മണിവരെ, ശേഷം 4, 5, 6 ഉച്ചവരെ, 6-ാം തീയതി ഉച്ചവരെ. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ വ്യാഴവും 8ൽ ശുക്രനും. 7ലെ വ്യാഴം നല്ലതാണ്, 8ലെ ശുക്രനും നല്ലതാണ്.
പിന്നെ 9-ൽ നിൽക്കുന്ന സൂര്യൻ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ ഇവർക്കും പിതാവിൽ നിന്നും അതുപോലെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അധികാരികളിൽ നിന്നുമൊക്കെ കാർക്കശ്യമെങ്കിലും ആദ്യം കാർക്കശ്യമെന്ന് തോന്നാമെങ്കിലും പിന്നീട് അനുകൂലമായി മാറുന്ന പല തീരുമാനങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. 10-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ കൃത്യമായി തങ്ങളുടെ ജോലി ഏതു തടസ്സങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ ഏതു തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ശക്തി ഇവർക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനവും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ വരുമാന മാർഗങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. എന്താണോ അവർ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് കൃത്യമായ വരുമാനം ഇവരിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത്. അതിന് തക്കവണ്ണം മേലധികാരികളും ഒക്കെ ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ ഇടപെടൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഇവരുടെ മേലുണ്ടായിരുന്നു. അതിനൊരു കുറവ് വരുന്നുണ്ട് ഈ ആഴ്ചയിൽ. സ്വാഭാവികമായിട്ടും അത് വളരെ നല്ലതാണ്. ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളും വിജയത്തിലെത്താൻ പോകുന്നതായിട്ട് കാണുന്നു. തീർച്ചയായും തടസ്സങ്ങൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനി ഇവർക്ക് നൽകുന്നതാണ്. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണം മറ്റു ശുഭഗ്രഹങ്ങളുടെ നില ഇവർക്ക് അനുഗ്രഹമായി മാറും. ആദ്യം ആശങ്കയുണ്ടാവും, വല്ലാത്ത പിരിമുറുക്കമുള്ള അവസ്ഥയുണ്ടാവും. പക്ഷേ അതിനെല്ലാം ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കും. കാര്യങ്ങളെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോകുമെന്ന് തന്നെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ശാരീരികമായ അവശത എന്ന് പറയാൻ അങ്ങനെ അരക്കെട്ട് സംബന്ധമായോ അല്ലെങ്കിൽ തുടയിലോ ഒക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത. ഉദരം വളരെ ശ്രദ്ധിക്കണം. അവിടെ ഈ പ്രത്യേകിച്ച് ജെനിറ്റൽ ഓർഗൻസ് ലോവർ അബ്ഡമിൻ ഭാഗത്തൊക്കെ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാദങ്ങൾക്കും ദോഷമുണ്ടാകാം. അപ്പം മൊത്തത്തിൽ ലോവർ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കണ്ണും ശ്രദ്ധിക്കണം. പിതാവിനും ശാരീരികമായ അവശത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 2, 3 പിന്നെ 6 ഉച്ചയ്ക്ക് ശേഷവും നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ 7-ൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല. ബുധൻ 8-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ബുധൻ ഇപ്പോൾ 8-ലാണ് സഞ്ചരിക്കുന്നത്, നല്ലതാണ്. പക്ഷേ 8-ൽ കൂടെ സൂര്യനും കേതുവുമുണ്ട്. സൂര്യൻ അവിടെ സ്ഥാനബലത്തോടെയാണ് നിൽക്കുന്നത്. ഒരു പാപഗ്രഹം ബലത്തോടു കൂടി നിന്നാൽ വലിയ ദോഷത്തെ ചെയ്യില്ല. പാപഗ്രഹത്തിന് ബലം കുറയുമ്പോഴാണ് അവർ കൂടുതൽ ദുഷ്ടന്മാരാകുന്നത്. അതുകൊണ്ട് 8-ലെ സൂര്യൻ്റെ ദോഷാവസ്ഥ വലുതായി മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ബാധിക്കാൻ സാധ്യതയില്ല. 8-ാം ഭാവത്തിന് 8-ൽ നിൽക്കുന്നത് നല്ലതുമാണ്. അതുപോലെ ബുധൻ 8-ൽ നിൽക്കുന്നത് വളരെ നല്ലതുമാണ്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ പഠന സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ, പഠന സംബന്ധം മീൻസ് ഒരു ജോലി കിട്ടിയതിന് ശേഷം ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനമോ ഗവേഷണമോ ഒക്കെ തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിജയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മാനമോ അംഗീകാരമോ ലഭിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ചിലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില യാത്രകൾ നടത്തേണ്ടി വരും. എന്നാൽ ആ യാത്രകൾ ആ ദിവസങ്ങളിൽ വിജയത്തിലെത്തണമെന്നില്ല. ശേഷം ആഴ്ചയുടെ 2-ാം പകുതിയിൽ തൊട്ടാണ് യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നത്. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞു തുടക്കത്തെ 2 ദിവസം. പക്ഷേ അതൊക്കെ ഇൻഎഫക്റ്റീവായിട്ട് ഗുണം വരുന്നത് ആഴ്ചയുടെ 2-ാമത്തെ പകുതിയിലാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരാം. ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇവരുടെ മനസ്സിനെ ഇപ്പോൾ പിന്നാക്കം വലിക്കില്ല എന്നതാണ്. കൂടുതൽ ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനും കൂടുതൽ നന്നായി കൂടുതൽ ഇഫക്റ്റീവായി ആ കർമ്മമേഖലയിൽ പ്രവർത്തനക്ഷമതയോടുകൂടി നിലനിൽക്കാനും സഹായിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റവും അതനുസരിച്ചുള്ള രീതികളുമായിരിക്കും ഇവർ അവലംബിക്കുക. അതുകൊണ്ട് തന്നെ നിസ്സാര പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുന്നില്ല. കുടുംബത്തിൻ്റെ അവഗണന നിസ്സാര പ്രശ്നമെന്നല്ല പറഞ്ഞു വരുന്നത്. അതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. കൃത്യമായി മനഃപൂർവ്വമായിട്ട് ആരെയും അവഗണിക്കുകയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ചെയ്യാത്ത വ്യക്തികളാവും മകരക്കൂറിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഉണ്ടാകാം. സ്വന്തം കാര്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആ ജോലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷയമുണ്ടായിരുന്നത് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് അവിടെ ആത്മാർത്ഥത കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ചിലപ്പോൾ കുടുംബത്തോടും ജീവിത പങ്കാളിയോടുമൊന്നും
കൂടുതൽ ഒരു പരിഗണന നൽകാൻ സാധ്യമാവണമെന്നില്ല. അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാവും. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സമാക്കി മാറ്റുന്നില്ല എന്നതാണ് ശക്തം. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ രണ്ടാം പകുതി തൊട്ടുള്ള ദിവസങ്ങളും വളരെ ഗുണകരമാണ്. പ്രവർത്തന സംബന്ധമായും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും പൊതുവെയുള്ള ജീവിത സമീപനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ. ആരോഗ്യ സംബന്ധമായി ഇവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായോ എന്തെങ്കിലും ദോഷമുണ്ടാകാം. അതുപോലെ തന്നെ സൈനസൈറ്റിസോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജലജന്യ അസുഖങ്ങൾ, നീർക്കെട്ട്, കഫപ്രകൃതി ഉള്ളവർക്കുണ്ടാകാവുന്ന അസുഖങ്ങൾ ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 31 രാത്രി 8 മണി വരെ, ശേഷം 4, 5, 6 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും അതുപോലെ തന്നെ വ്യാഴമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് 5-ാം ഭാവത്തിൽ. 6-ലെ ശുക്രൻ അത്ര നല്ലതല്ല, 7-ലെ ബുധനും അത്ര നല്ലതല്ല, 7-ൽ സൂര്യനും കേതുവും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ രാഹുവും, അപ്പോൾ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നിൽക്കേണ്ടി വരിക, അതുപോലെ തന്നെ അപവാദങ്ങളും വിമർശനങ്ങളും ഏൽക്കേണ്ടി വരിക, മനസ്സിന് വിഷമമുണ്ടാക്കുന്നത് ശരീരത്തിൽ പ്രതിഫലിക്കുക, അതായത് ശരീരത്തിനും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ കർമ്മരംഗത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിലും യാതൊരു കുറവോ തടസ്സമോ കാണുന്നില്ല. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആഴ്ചയുടെ ആദ്യ പകുതി ഇതൊക്കെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം, ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുന്ന അവസ്ഥ, അഭിലഷിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള അവസ്ഥ, സാമ്പത്തികമായ നേട്ടം, സർവ്വകാര്യങ്ങളിലും വിജയം, ഇതെല്ലാം ഉണ്ടാകുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതി അവസാനിക്കുന്ന സമയത്താണ് ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ആഴ്ചയുടെ, അതായത് രണ്ടാം പകുതി തുടങ്ങുന്ന സമയം ഇവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ചെന്ന് പെടുകയും അതിൽ ദുഃഖമുണ്ടാവുകയും ചെയ്യാം. അതൊരു പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർവ്വകാര്യങ്ങൾക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അനുഗ്രഹമായതുകൊണ്ട് ദോഷങ്ങൾ മാറിപ്പോകുമെന്ന് തന്നെ ചിന്തിക്കണം. സാമ്പത്തിക നേട്ടവും പ്രവർത്തനവും എന്തായാലും ഉണ്ടാവും. മൂത്ത സഹോദരന് ഇവരെ ചൊല്ലി വിഷമമോ പ്രശ്നമോ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ കാരണവസ്ഥാനത്തുള്ളവരോ മൂത്ത ജ്യേഷ്ഠ സഹോദരനോ എന്തെങ്കിലും ശാരീരികമായ അവശതയോ രോഗാവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. പിന്നെ 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും 6-ൽ സഞ്ചരിക്കുന്ന ബുധനുമാണ് ഏറ്റവും ഗുണം ചെയ്യുക. പ്രത്യേകിച്ചും ശുഭകരമായ കാര്യങ്ങൾക്കും വരുമാനത്തിൻ്റെ കാര്യത്തിലും കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാര്യത്തിലും ശാരീരികമായ എന്തെങ്കിലും രോഗമോ അലർജി അസുഖമോ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം കിട്ടുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. ബന്ധങ്ങളിലുണ്ടായിരുന്ന വിള്ളൽ, അകലം ഇതൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നു. പുതിയ രഞ്ജിപ്പുകൾ ഉണ്ടാകുന്നു, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. സാഹോദര്യം വളരെ ശക്തമായി ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, പോസിറ്റീവായി സ്വാധീനിക്കുന്നു. ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ശുക്രൻ 5-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ 4-ൽ നിൽക്കുന്ന വ്യാഴം കണ്ടകവ്യാഴനാണെങ്കിലും കുടുംബത്തിൽ അല്പസ്വല്പം സാമ്പത്തിക മേന്മയ്ക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണമുള്ളതുമൊക്കെ കിട്ടുന്നു. 5-ലെ ശുക്രൻ ഭാഗ്യം കൊണ്ടത് കൂടുതലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 6-ലെ ബുധൻ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ മികവ് പുലർത്താനും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാക്കാനും ഇവരെ സഹായിക്കുന്നു. കുറവുകൾ നികത്തപ്പെടുന്നു. 7-ൽ നിൽക്കുന്ന ചൊവ്വ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ശസ്ത്രക്രിയയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളോ അപകട സംബന്ധമായ കാര്യങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ത്വക്ക് സംബന്ധമായ രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. നിസ്സാര വിമർശനങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ അലട്ടുന്നൊരവസ്ഥ ഈ ആഴ്ചയും ഇവരെ പിന്തുടരുന്നതായിട്ട് കാണുന്നു. ഉദര സംബന്ധമായ രോഗമുണ്ടാകാം. മദ്യപാനം പോലെയുള്ള അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അസിഡിറ്റി വർദ്ധിക്കാനോ ലിവർ സംബന്ധമായ പ്രശ്നമുണ്ടാകാനോ ഒക്കെയുള്ള നല്ല സാധ്യതകളുണ്ട്. അതുപോലെ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നുണ്ട് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ സർവ്വകാര്യങ്ങൾക്കും ദോഷവും തടസ്സവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. തൽക്കാലം ശുക്രൻ്റെ 5-ലെ നിലയും ബുധൻ്റെ 6-ലെ നിലയുമൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത്.
ശാരീരികമായ അവശത, ഉദരസംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലായി കാഴ്ചയിൽ പെടുത്തുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ശത്രു വലിയ ദോഷമൊന്നും ചെയ്യില്ല. ശത്രുവിന് മേൽ ഇവർക്ക് ശത്രുവിൻ്റെ വിമർശനങ്ങൾക്കുമേലും ആക്ഷേപങ്ങൾക്കുമൊക്കെ മേൽ ഇവർക്ക് ഇവരുടെ കഴിവ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 2, 3, 4, 5, 6-ാം തീയതി ഉച്ചവരെയും ഗുണമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക, എപ്പോഴും ജപിക്കുക. ചുണ്ടുപോലും അറിയാതെ ഹൃദയം കൊണ്ട് ജപിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. നീരാഞ്ജനം എന്ന് പറയുമ്പോൾ എള്ള് കിഴികെട്ടി കത്തിക്കുക. ശാസ്താവിന്, ധർമ്മശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, അതുപോലെ നവഗ്രഹങ്ങളിൽ ശനീശ്വരന് കടുംപായസം കഴിപ്പിക്കാം, കറുത്തപട്ട് സമർപ്പിക്കാം. ഓം നമോ നാരായണായ എന്ന വിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. അതുപോലെ മഹാവിഷ്ണുവിന് പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവാം. അതുപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. ഏറ്റവും ഗുണം ജപമാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക. അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യവുമൊക്കെ വളരെ ഉത്തമം. അതുപോലെ നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.